വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് കാണിക്കാനായിട്ടാണ്. ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ച് ബാംഗിൾസ്, കുറച്ച് ഇയറിങ്സ്, പിന്നെ ഒരു അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. ഇതൊരു ബാംഗിൾ സെറ്റാണ്. ഇത് ഞാൻ മധുരയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിന് 100 റുപ്പീസ് എന്തോ ആയിരുന്നു വില. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. 2 years ബാക്കാണ് ഞങ്ങളിത് മധുരയിൽ പോയപ്പോൾ വാങ്ങിയത്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ് ഈ ഒരു ബാംഗിൾ സെറ്റും. കാണിച്ചു തരാമേ. ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് കണ്ട ഈ ഒരു ബാംഗിൾ സെറ്റും പിന്നെ ഒരു ബാംഗിൾ സെറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഈ 3 ബാംഗിൾ സെറ്റ് ഞാൻ മധുരയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിന്റെ വില 100 റുപ്പീസ് ആയിരുന്നു. ഈ ഒരു ബാംഗിൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇത് ഞാൻ മുംബൈയിൽ വാങ്ങിയതാണ്. ഇതും ഓൾമോസ്റ്റ് 200 ബിലോ ആയുള്ളൂ ഇതിന്റെ വില. ഞങ്ങൾ ലാസ്റ്റ് ഇയർ മുംബൈ പോയപ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഏതാണ്ട് 100 റുപ്പീസോ അത്രയോ എന്തോ ഉള്ളൂ. ഇതൊരു നമുക്ക് വൺ ടൈം ഒക്കെ നമുക്ക് ഈ കേരള സാരീസിന്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കമ്മൽ മാല സെറ്റ്. ഇത് 100 റുപ്പീസിന് ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിയതാണ് മുംബൈ പോകുന്ന വഴിക്ക്. പിന്നെ ഇതും ട്രെയിനിൽ നിന്ന് മുംബൈ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിനും 100 റുപ്പീസ് എന്തോ ഉള്ളൂ. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. ഇതിന് 100 റുപ്പീസേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണേ. ഇതും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇതും ഇട്ടിട്ടില്ല. എല്ലാം ഞാൻ മേടിച്ചു വെക്കും, പക്ഷെ ഞാൻ ഒന്നും ഇടില്ല. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇത് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്തോ വാങ്ങിയ ഒരു ബാംഗിൾ സെറ്റാണ്. ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അപ്പം അങ്ങനെ വാങ്ങിയതാണിത്. ഇതും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത്തവണ ഓണത്തിന് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നുള്ളത് ഈ ഒരു ഇയറിംഗ് ആണ്. ഇത് ഞാൻ എവിടുന്ന് വാങ്ങിയതാന്ന് ഓർക്കുന്നില്ല. ഇതെന്തോ 50 റുപ്പീസ് 40 റുപ്പീസ്. ഇതും ഞാൻ മധുരയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ മധുര അമ്പലത്തിൽ പോയപ്പം അവിടുന്ന് വാങ്ങിയതാണ്. ഇതെന്തോ 30 റുപ്പീസ് എന്തോ ഉള്ളൂ. പക്ഷെ ഇത് അന്ന് നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ഇവിടൊക്കെ ഇത് ചീത്തയായി. പക്ഷെ ഇത് മുത്തൊക്കെ നല്ലതാണ്. ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു മാലയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയതായിരുന്നു. ഇത് ഒരു തവണ എന്തോ അമ്മ ഇട്ടിട്ടുണ്ട്, ഞാനിത് ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ഞാൻ മാക്സിന്ന് വാങ്ങിയ ഒരു ഇയറിംഗ് ആണ്. 199 റുപ്പീസിന് മാക്സിന്ന് വാങ്ങിയതാണ്. ഇത് കൊള്ളാം. ഇത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട്. ഒരു കല്യാണത്തിന് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു ഇയറിംഗ് ആണ്. പിന്നെ എന്ത് ഞാൻ കിട്ടിയാൽ ഞാനത് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കും. എനിക്കത് ഇങ്ങനെ ചുമ്മാ ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവാണ്. അപ്പം അത് ഞാൻ അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കും. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 149 റുപ്പീസാണ് വില. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഇടാൻ പറ്റും. ഇത് പുതിയതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണിത്. നെക്സ്റ്റ് ഈ ഒരു ബ്രേസ്ലെറ്റ് ബാങ്ക്. ഇത് ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഏതാണ്ട് 200 ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. ഇത് ഭയങ്കര നല്ലൊരു മെറ്റീരിയലാണ്. കാരണം ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനിത് ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ ഇതിടുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളവും നനയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു മെറ്റീരിയലാണ്. എനിക്കത് വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അത് 200 സംതിങ് ആയിരുന്നു. 200 ആ റേഞ്ചിലാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് ഞാൻ മുംബൈയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് ഏതാണ്ട് 150 അങ്ങനെ എന്തോ 150 റേഞ്ചിൽ ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഈ ഒരു മാല. ഇതിന് സെറ്റ് ഒരു കമ്മലൂടെ ഉണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. കളറൊന്നും പോയിട്ടില്ല. അതാ നോക്കി, ഇവിടെയൊക്കെ എപ്പോഴും നല്ല കളറാണ്. ഇതൊരു 2 year ആയിട്ടുണ്ട് ഞാനിത് വാങ്ങിയിട്ട്. ഇത് യൂസും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്, അമ്മയും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിന്റെ കളേഴ്സും അങ്ങനെ ഒന്നും പോയിട്ടില്ല. അതായത് ഈ മുത്തിന്റെ കളർ തന്നെ കണ്ടോ. ഇതൊന്നും സാധാരണ ഇതൊക്കെ ഇളകി പോകേണ്ടതാണ്. അതൊന്നും ഇതുവരെ പോയിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ മാക്സിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന്റെ MRP 865 ആണ്. പക്ഷെ ഇത് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ്. ഇതും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഇടണം. കളയല്ല, നല്ലൊരു റിങ്ങാണ്. ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ കളറൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. നല്ല ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിംഗ് ആണ്. ഇതിനും ഒരു ഓൾമോസ്റ്റ് 200-300 റേഞ്ചിൽ റേറ്റ് വരുന്നതാണ്. ഡിസ്കൗണ്ട് ഒറിജിനൽ പ്രൈസ് ഏതാണ്ട് 500+ ഉണ്ട്. പക്ഷെ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. ഇതും അങ്ങനെ വാങ്ങിയതാണ്. ഇതും എല്ലാം ഞാൻ അങ്ങനെ ഡിസ്കൗണ്ടിൽ വാങ്ങിയതാണ്. ഈ ഇയറിങ് ഡയമണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓൺലൈൻ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 500 റേഞ്ചിലായിട്ടുണ്ട്. ജുവൽ ഹബ്ബ് എന്നാണ് തോന്നുന്നു. അതെ, ജുവൽ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു ഇയറിംഗ് കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ കാണുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആ ഒരു ഇയറിംഗും കൂടെ ഉണ്ടായിരുന്നു. ആ ഇയറിംഗ് ആണ് ഞാൻ
2-3 വട്ടം ഞാൻ ആ ഇയറിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെയിനാണ്, ഒരു പെൻഡന്റ് ഉണ്ട് അറ്റത്ത്. ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഇത് മേടിച്ചൊരു കണ്ടപ്പം ഒരു ഇഷ്ടത്തിന് വാങ്ങിയതാണ്. ഇതിനി ഇടണം. ഇതും നല്ലൊരു മാല. ഇത് ഞങ്ങൾ മൈസൂർ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിന് 100 റുപ്പീസ് വില കേട്ടോ. പക്ഷെ ഇതിന്റെ കളറൊക്കെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് 100 റുപ്പീസിന് അഫോർഡബിൾ ആണ്. അത് 2-3 തവണ ഞാൻ ഇട്ടിട്ടാണ് ഇതിന്റെ കളർ പോയത്. ഇതൊരു ചോക്കറാണ്. ഇവിടെയൊക്കെ ഇച്ചിരി കളർ പോയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. 100 റുപ്പീസിന്റെ സാധനമാണെന്നും കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ 100 റുപ്പീസിന് ഇത് വേർത്താണ്. ഞാനത് 2-3 തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഒരു തവണ ഇട്ടപ്പോഴത്തേക്കിന് ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഇത് ഇങ്ങനെ താഴത്തേക്ക് വന്നു. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇത് പറ്റിയിട്ടില്ല. അതാണ് സത്യം. ഇനി ഒരു 2 ഇയറിങ്സ് കൂടെ ഉണ്ട് കേട്ടോ. ഇത് 2 ജിമുക്കയാണ്. ഇതും ഞാൻ കണ്ടിഷ്ടപ്പെട്ട് ജിമുക്ക ഇടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് വാങ്ങിയതാണ്. പക്ഷെ ഇതുവരെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മ ഒരു തവണ ഇട്ടിട്ടുണ്ട്, ഞാനത് ഇട്ടിട്ടില്ല. ആൻഡ് ദിസ് വൺ ഓൾസോ, ഇതും അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ഇയറിംഗ് ആണ്. ഇതും ഞാൻ ഇട്ടിട്ടില്ല. എല്ലാം ഞാനിങ്ങനെ ശേഖരിച്ചു വെക്കും. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് പൊതിഞ്ഞ് വെക്കും. അതാണ് എൻ്റെ ഇഷ്ടം. അല്ലാണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് കണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കും. ഇതെനിക്ക് തോന്നുന്നു ലുലുവിന്ന് വാങ്ങിയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം കാണിച്ചുതരാം. ഇത് ജ്വല്ലറി ഒന്നും അല്ല, ഇതൊരു ഹാൻഡ് ബാഗ് ആണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചിട്ട് ഈ കൊടുത്ത് കാണിച്ചതാണ്. കാരണം ഇത് ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ല, മുംബൈയിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ആ കൂട്ടത്തിൽ വാങ്ങിച്ച ഒരു ഹാൻഡ് ബാഗ് ആണ്. ഒരു ഫാൻസി ഹാൻഡ് ബാഗ് ആണ് ഇത്. ഇതിന് ബിലോ 1000 റുപ്പീസേ അന്നായിട്ടുള്ളൂ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഹാൻഡ് ബാഗ് ആണ്. അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഹാൻഡ് ചെയ്യില്ലേ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ, അതുപോലത്തെ ഒരു ഹാൻഡ് ബാഗ് ആണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതിന് ശരിക്കും നല്ലൊരു റേറ്റ് ആവും. ഒരു 1000+ എന്തായാലും ആകും. ഇത് ബിലോ 1000 എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇതിന്റെ കൂടെ ഞാൻ വേറൊരു നോർമൽ ഹാൻഡ് ബാഗ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് അഫോർഡബിൾ റേറ്റിലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് ബാഗ് ആണ്. അത് ഒരു 1000 റേഞ്ചിൽ എനിക്ക് കിട്ടി. ഇതിന്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലില്ല. ഞാൻ ജസ്റ്റ് ഇത് അമ്മയുടെ പണിയാകട്ടോ. കാശൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ പേഴ്സ് വെറുതെ ഇടില്ല. അമ്മ ഒരെങ്കിലും ഇട്ട് വെക്കും. അങ്ങനെയുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അമ്മ പൈസ ഇങ്ങനെ പേഴ്സ് വെറുതെ ഇടരുതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. അങ്ങനെയുള്ളതാണ് ഇത്. ഇതൊരു നല്ലൊരു അഫോർഡബിൾ റേറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ച്. കുറച്ചുകൂടെ ഉണ്ട്. കുറച്ച് ഇയറിങ്സ് ഉണ്ട്. ഇയറിങ്സ് ആണ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. ബാംഗിൾസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ കണ്ടോ, നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായി കാണും. എനിക്ക് മാലയെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചോക്കർ, പിന്നെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. മാല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്റെ കഴുത്തിൽ കൊടുക്കുന്ന ഈ 2 മാലയായിരിക്കും ഞാൻ മിക്ക ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇപ്പൊ നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇന്നൊരു നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങാം എന്നൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം ഞാനൊരു മാലയിടും. അല്ലാണ്ട് ഞാൻ അങ്ങനെ മാലയോട് വലിയ ക്രേസ് ഒന്നുമില്ല. കൂടുതലും ബാംഗിൾസ്, പിന്നെ എന്താ പറയാ ഇയറിങ്സ് ആണ് മെയിൻ. പിന്നെ വരുന്നതാണ് റിങ്സ് ആണ് പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മാല മാത്രമേ ഉള്ളൂ. ഈ ഒരു മാല ഞാൻ അങ്ങനെ ഒരു തവണ ഞങ്ങളുടെ ഒരു ഓണം ഫംഗ്ഷന്റെ ഒരു വീഡിയോ എടുക്കണമായിരുന്നു ഞങ്ങളുടെ ഓഫീസിലേക്ക്. അപ്പൊ അതിനു വേണ്ടി മാത്രം ഞാനിത് ഇട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനിത് ഇട്ടിട്ടേ ഇല്ല. പിന്നെ ഇട്ടിട്ടുള്ളത് അമ്മയാണ്. അപ്പോ അത്രയൊക്കെയാണ് എൻ്റെ ജ്വല്ലറി കളക്ഷൻസ്. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 കളക്ഷൻസ് കൂടെ ഉണ്ട്. അത് എറണാകുളത്തും പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റിയത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. So that's it. Bye.